ജനുവിന്റെ അനിയത്തിയാണല്ലോ അത്. ഇതേതാ സ്ഥലം? ഇത് ആർക്കെ നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ് ആണല്ലോ. ഇവൾക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ? അറിയില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണിതെന്ന് കേട്ടിട്ടുണ്ട്. പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല. പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം. ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ആ വണ്ടി നിൽക്കുന്നേ. എവിടെ പോയ രാത്രിയില്? എവിടൊക്കെയാണെന്ന് പറ. അടുത്ത് പരോളിൽ ഇറങ്ങിയ പ്രതിയാ. ഉത്തരവാദിത്തം എനിക്കാണ്. അങ്ങനെ ഒറ്റക്ക് കറങ്ങി നടക്കൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. വക്കീൽ വന്നാൽ ശരിയാവില്ല. വക്കീൽ വന്നാൽ ശരിയാവും. വന്ന് തൊലക്ക്. ഇനി പറ, നമ്മളിപ്പോ എവിടേക്കാ പോകുന്നത്? എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വക്കീലിനോടും ഡോക്ടറോടും ഒന്നും ഒളിക്കാൻ പാടില്ല. ഒന്നും ഒളിക്കാനില്ല, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇവിടത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ, ആർക്കെ നമ്പ്യാരുടെ ഗസ്റ്റ് ഹൗസ്. അവിടെ രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയണം. ആഹാ, നിർത്തു വണ്ടി. വണ്ടി നിർത്താൻ. വണ്ടി തിരികെ. എനിക്ക് പോണം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത്. ജീവനിൽ കൊതിയില്ല. എനിക്ക് സ്വല്പം കൊതിയുണ്ട്. എന്നാലേ കൊതി തീരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. വേഗം വരണം, ഞാനിവിടെ തന്നെ നിൽക്കും. सब ठीक है जी। ആ കൂട്ടിട്ട് വരാൻ പറയും. നിന്റെ പേരെന്താ? സെലീന. ആ, ഇന്ന് മുതൽ നീ സെലീനയല്ല, ഡെയ്സി. ഡെയ്സി മാത്യൂസ്. പാസ്പോർട്ടിലും അതായിരിക്കും പേര്. കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞിട്ടില്ലേ? അനുസരണക്കേട് കാണിക്കരുത്. ഇല്ല. മുറി പോയിരുന്നോളൂ. കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞെങ്കിലേ മിനിസ്റ്റർക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. സീൽ ചെയ്ത കവറുകളിലാണ് ടെൻഡറിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ കളക്ടർ ആണെങ്കിൽ ഒരു പിടിവാശിക്കാരനും. സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് ഇതാദ്യമല്ലല്ലോ. കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ടാ മന്ത്രിക്ക് പേടി. അതിന് പേടിക്കുന്നതിനാ? നമ്മുടെ പേരിലല്ലോ കോൺട്രാക്ട്. കോൺട്രാക്ട് ഉള്ള ആൾക്ക് മന്ത്രിയുമായി പരിചയം പോലും ഇല്ല. അതല്ല, നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഞാൻ ആരാ?
വോട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു IP ഹോൾഡർ. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത്. ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങളത് ചെയ്തേ പറ്റൂ. എന്നാലും ഇത്രയധികം തുകയുടെ എത്ര തുകയായാലും എന്താ, നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം, അതായത് ജനങ്ങളുടെ പണം. ഞാനും ജനത്തിൽപ്പെട്ടതാ. ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നുമല്ല. നിങ്ങൾക്ക് മാർഗടസം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ചാലി വാ. ആരാ? ഒന്നുമില്ല, ആരെ കാണാനാ നിൽക്കുന്നത്? വെറുതെ. ഈ അസമയത്ത് ഞങ്ങളുടെ ഗേറ്റ് വന്ന് നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചത്. നിങ്ങളുടെ ഗേറ്റാണെന്ന് അറിഞ്ഞില്ല. താൻ ആരാടോ? എടോ പോടോ എന്നുള്ള വിളിയൊന്നും വേണ്ട. നിയമമൊക്കെ അറിയാവുന്ന ആള് തന്നെ ഞാൻ. നിങ്ങളുടെ ഗേറ്റിൽ നിൽക്കുന്നില്ല. റോഡിൽ നിൽക്കാൻ ഒരാളുടെ അനുവാദം ആവശ്യമില്ലല്ലോ. ആരാള് കുറെ നേരമല്ലോ അവിടെ നിൽക്കാൻ തുടങ്ങിട്ട്? ആരാണെന്ന് പറയുന്നില്ല രാജാ. കഴിഞ്ഞ ആഴ്ച തഹസീൽദാറുടെ വീട്ടിലെ കിടപ്പുമുറിയുടെ ജനാലക്കാട്ട് നീക്കി നോക്കിയവനെ പറ്റാണോ? വിടവിടാനെ. അത് ഞാനൊന്നുമല്ല. പിന്നെ ആരാന്ന് പറയണേ? നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത്. ദാ, അവിടെ നിക്കാം. നിക്കടോ അവിടെ. ഇങ്ങോടോ. എവിടെ ഈ നേരത്ത്? ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിച്ചിട്ട് വരിക. സിനിമയോ? ഈ ഭാഗത്തോടോ തിയേറ്റർ ഉള്ളത്? കൗണ്ടർ ഫയൽ എടുക്ക്. സാർ സത്യം പറയാം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ്? കൗണ്ടർ ഫയൽ എടുക്കാം. സാർ എടാന്നൊന്നും വിളിക്കരുത്. അഡ്വക്കേറ്റ് PS നെന്മാറാന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ആദ്യം നീ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞു, ഇപ്പൊ നീ അഡ്വക്കേറ്റ് ആണെന്ന് പറയണം. ശരിക്കുള്ള സത്യം സ്റ്റേഷനിൽ കൊണ്ടേ പറയിപ്പിക്കണം. നടക്കണം.